ഈ ചെറിയ ചെറിയ ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും 2021 വെടിനിർത്തൽ കരാറിന് ശേഷവും നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യ എല്ലാ സമയത്തും സമീപനം പാലിച്ചതാണ്. പക്ഷേ ഇനി അങ്ങനെയല്ല, തിരിച്ചടി നൽകേണ്ടതുണ്ട്. അത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത നൽകുന്നില്ല. അതേസമയം അവിടെ പെൽഗാം ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തത് കേന്ദ്രം അറിഞ്ഞിട്ടില്ല എന്നൊരു പുതിയ വാദമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവിടുത്തെ പ്രാദേശിക സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാദം ഒരു വശത്ത് BJP ഇങ്ങനെ തുടങ്ങി വയ്ക്കുന്നുണ്ട്. അതൊരു ശരിയായ സമീപനമല്ല. കാരണം കേന്ദ്രത്തിന് എല്ലാ കാലത്തും നിയന്ത്രണമുണ്ട്. അവിടെ ഒരു ജനാധിപത്യ സർക്കാർ വന്നെങ്കിൽ കൂടി അവിടുത്തെ സുരക്ഷാ സമിതി യോഗം ഈ മാസം 8-നാണ് ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്തത്. അവിടെ മുഖ്യമന്ത്രിയെ വിളിക്കാതെ ആ യോഗം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ആ മുഖ്യമന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഐക്യത്തോടു കൂടി പോകേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറ്റി നിർത്തും. കേന്ദ്രം തീരുമാനിക്കുമെന്നുള്ളതാണല്ലോ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. സുരക്ഷയുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാകുമ്പോൾ ആ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാളിച്ചയെക്കുറിച്ചും കൃത്യമായ പ്രതികരണം നടത്തേണ്ടതുണ്ട്. അതിൽ ഒരു രഹസ്യാത്മകത വെച്ചിട്ട് കാര്യമില്ല. രാജ്യസ്നേഹം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അത് ഏറ്റവും പ്രധാനം രാജ്യം തന്നെയാണ്. അക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. പക്ഷേ സുരക്ഷാ വീഴ്ചയിൽ പരിശോധന വേണം. അങ്ങനെയൊന്നും നടക്കാത്ത പക്ഷം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ സമാധാനം അകലെയൊന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നും സമാധാനം വരില്ല എന്നുള്ള സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ആണവ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്നുള്ള വെല്ലുവിളിയൊക്കെ നടത്തുന്നു. അതിലേക്കൊന്നും അത്ര ധൈര്യത്തിലേക്കൊന്നും പോകില്ല എന്ന് കരുതാം. പക്ഷേ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അസ്വസ്ഥമാക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കുന്ന ശക്തികളും അതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച് മുന്നോട്ട് വരും.